എന്റെ ദേവി, ഇതെന്തൊരു മറിമായോ അമ്മേ. ദേവി വിളിച്ചാൽ വിളിപ്പുറത്താണെന്ന് പറയുന്നത് വെറുതെ അല്ല. പ്രദക്ഷിണം പൂർത്തിയാകും മുമ്പ് ഫലസിദ്ധിയോ. അടിയന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. ആമി, നീ കൈ നോട്ടൊരു കാര്യം പറ. ഇവിടെ എവിടെയോ വെച്ച് എന്റെ കൊലുസ് കാണാതെ പോയി. കൊലുസ് കാണാതെ പോയോ? ആ, ഞാൻ തൊഴുതു വരുമ്പോ എന്റെ ഈ കാലിൽ കൊലുസില്ല. എവിടെ പോയി? ആ, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ദത്തേട്ടാ വാ, നമുക്ക് നോക്കാം. അല്ല ആമി, വാ ദത്തേട്ടാ. അയ്യോ, ഇവിടെയാണല്ലോ ഞാൻ ഇട്ടത്. അല്ല, ഊരി വീടത്. നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അത് പിന്നെ ഇവിടെ എങ്ങാണ്ട വെച്ച ദത്തേട്ടാ കാണാതെ പോയത്. എന്നിട്ട് എവിടെ? അയ്യോ, അല്ല ഇവിടെ തന്നെ ഊരി വീണെന്ന് ഉറപ്പാണോ? അതെ, ഇവിടെ തന്നെയാ വീണേ. അല്ല അത് ഊരി വീഴുന്ന നീ കണ്ടായിരുന്നോ? കണ്ടില്ല, പിന്നെ പക്ഷെ ഇവിടെ തന്നെയാ വീണേ. എന്റെ ആമി, അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇത്രയും വലിയ അമ്പലത്തില് ഇവിടെ തന്നെ വീണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ഇവിടെ എല്ലാം നടന്നതല്ലേ? അല്ല, ഇവിടെ തന്നെ വീണ്. എന്റെ ആമി, ഒന്നുമില്ലെന്നോ? ഇടാം, ഇവളുടെ കാലി കടന്ന കൊലുസ് ഇവൾ എവിടെയോ കൊണ്ട് കളഞ്ഞു. എന്നിട്ടിപ്പോ ഇവിടെ വീണേന്ന് പറഞ്ഞു തപ്പിക്കൊണ്ടിരിക്കുക. എവിടെയാ ചേച്ചി വീണത്? എന്നിട്ട് ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. ഇനി ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയതായിരിക്കും. ആ, അതിന് സാധ്യതയുണ്ട്. സ്വർണ്ണമല്ലേ, കിട്ടി ആരെങ്കിലും വിടുവോ? അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. കുറച്ചു മുമ്പ് പൂജയുടെ കൊലുസ് ഇതേപോലെ അഴിഞ്ഞു വീണപ്പോ ഒരു കുട്ടി എടുത്തുകൊണ്ട് തന്നു. അങ്ങനെ വല്ലവരുടെയും കയ്യിലാണെങ്കിൽ തിരിച്ചു കിട്ടും. ഓ, അങ്ങനെ. ഇത് ഏതോ നല്ല കള്ളന്റെ അല്ല കിട്ടിയത്. അതുകൊണ്ട് അവൻ സ്ഥലം വിട്ടും കാണും. പിന്നെ ആമി, എവിടെയാണെന്ന് പറഞ്ഞോടാ നോക്കുന്നേ? നീ പറയുന്നു ഇവിടെ കിടക്കുന്നേന്ന്. എന്നിട്ട് ഞങ്ങളാരും നോക്കിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ. അതെങ്ങും പോയില്ല, ഇവിടെ തന്നെ കാണും. പിന്നെ നീ അങ്ങ് തപ്പിയെടുക്കും. അല്ല അതി, നിങ്ങൾ പ്രദർശനം പൂർത്തിയാക്കിയോ? എന്നാ നിങ്ങൾ ശ്രീകോലിന്റെ അടുത്തേക്ക് ചെല്ലേ. ഞങ്ങള് ഇത് തപ്പിയെടുത്തോണ്ടെങ്കിൽ വരാം. അത് അവര് തപ്പിയെടുത്തോളാം നല്ലേ ദത്തേട്ടൻ പറയുന്നേ. താമ്പോ കിട്ടിയാ പറയണേ. നീ ഇട്ടെടുത്ത് തന്നെ നോക്ക്. അല്ല, ഊരിപ്പോയ സ്ഥലത്ത് തന്നെ നോക്കാൻ. എടോ, തനിക്ക് കാര്യം പിടിയിട്ടില്ലേ? ഇല്ല. എടോ, ചേച്ചി അത് മനപ്പൂർവ്വം ഊരിയിട്ടതാ. എന്തിന്? എടോ, ഞാൻ തന്റെ കാലിൽ കൊലുസിട്ടെന്ന് ചേച്ചി കണ്ടു കാണും. അതിന്? അതുപോലെ തന്നെ ദത്തേട്ടനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി മനപ്പൂർവ്വം കൊലുസടിച്ചു കളഞ്ഞതാ. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യും? ആരും ചെയ്യില്ല, പക്ഷേ എന്റെ ചേച്ചി ചെയ്യും. താൻ വാ. എന്താ അമ്മി, കിട്ടിയില്ലേ? ഇല്ല ദത്തേട്ടാ. അല്ല, എത്ര പവൻ ഉണ്ടായിരുന്നു? ഒരു 1.5 പവൻ വരും. 1.5 പവൻ, അത് പോട്ടെ. പോട്ടെന്നോ? ദത്തേട്ടൻ അങ്ങനെയൊക്കെ പറയാം. എന്റെ മുത്തശ്ശി ഞാൻ 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചപ്പോ എനിക്ക് വാങ്ങി തന്നതാ. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ. ഒന്നുമില്ല, നോക്ക്, പോണ്ടേ? നോക്ക് നോക്ക്. നോക്കിട്ട് കാണുന്നില്ല. എന്നാ പിന്നെ മതി തപ്പിയത്. അതിന് കിട്ടാനൊന്നും പോകുന്നില്ല. ഈ കളിയിൽ നഷ്ടം 1.5 പവൻ. ഇനി എന്തെല്ലാം നഷ്ടങ്ങൾ വരാൻ കിടക്കുന്നു. അതെ, പോയത് പോയി. ഇനി ഞെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നീ വാ. കരയാതെ. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ ഇതുപോലൊരെണ്ണം വാങ്ങിത്തരാം. നീ വാ വാ. എന്താ കളിയാ, കൊലുസ് കിട്ടിയോ? ഓ, എവിടെ കിട്ടാൻ, അത് പോയി കിട്ടി. എനിക്ക് ഒരു വഴിപാട് കൂടി നടത്താനുണ്ട്. ആയിക്കോട്ടെ. അങ്ങനെ 1.5 പവൻ സ്വാഹ. തിരുമേനി, ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തണം. പേരും നാളും പറഞ്ഞ് രസീത് എഴുതിക്കോളൂ. തിരുമേനി, ശത്രുവിന്റെ പേരല്ലേ? അല്ല, നമ്മുടെ പേരും നാളും. എന്റെ എന്തിനാ? സംഹരിക്കേണ്ട ശത്രുവിന്റെ പേരും നാളും അല്ലേ പറയണ്ടേ? അങ്ങനെയാണെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞത്? നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? നമ്മൾ തന്നെ.
നമ്മുടെ മനസ്സിലുള്ള മോശപ്പെട്ട വിചാരങ്ങളും വികാരങ്ങളും ഇല്ലാതാക്കി തരണേ ഭഗവാനെ എന്ന ആ പൂജ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അല്ലാതെ ശത്രുവിനെ സംഹരിക്കാനാണെങ്കിൽ ഈ ലോകമഹായുദ്ധങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയാ പോരെ. അപ്പോ അങ്ങനൊരു പണി നടക്കില്ലല്ലേ? ഈ ക്ഷേത്രത്തിൽ നടക്കില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ. ഈ പണിയൊന്നും അറിയാത്ത ഇയാളെ ആരാ പൂജാരിയൊക്കെ? അമ്മ വാമാ, കൈ നോക്കി ഫലം പറയും, മുഖലക്ഷണവും പറയും. വാമാ, അമ്മയ്ക്കൊരു വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. വാമാ, എല്ലാം പറയാം. ഇരിക്കമ്മ, ആ കൈയൊന്ന് കാണിക്ക്. എല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. ഇരിക്കമ്മ. ഇനി കൈനീട്ടമ്മ. അമ്മ ഇവിടെ വന്നത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാ. പക്ഷെ അതിന് ചില തടസ്സങ്ങളുണ്ട്, ശരിയല്ലേ? അതെ. അമ്മ സ്നേഹിക്കുന്നത് പോലെ അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല, സ്വന്തം ഭർത്താവ് പോലും. ആ സാക്ഷാൽ വേൽമുരുകനെ മനസ്സിൽ ധ്യാനിച്ച് അമ്മ ഒരു ചീട്ടെടുക്ക്. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയല്ലേ? എന്താ? ഭർത്താവ് ഉൾപ്പെടെ ചതിക്കുകയാണ്, അതും കൺമുന്നിൽ. സാക്ഷാൽ പരമശിവന്റെ പടമാ കിട്ടിയിരിക്കുന്നത്. അതും അരികിൽ പാർവതിയും തലയിൽ ഗംഗയും. എന്താ അതിന്റെ അർത്ഥം? മോളുടെ ഭർത്താവിന് മറ്റൊരു ബന്ധം ഉണ്ടെന്നോ അതോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോ? ഞാൻ എന്തേ കാണുന്നേ? അപ്പൊ എന്റെ ഊഹ ശരിയായിരുന്നു. ഇപ്പൊ കാക്കാത്തീം പറഞ്ഞു. അമ്മ എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നല്ലേ? കുടുംബത്തിൽ ഒരു യക്ഷിയുടെ സാന്നിധ്യം ഞാൻ കാണുന്നു. അത് അവള് തന്നെ, വേറെ ആരാ? സാർ അതെല്ലാം സാർ എനിക്ക് വിട്ടേക്ക്. 24 മണിക്കൂറിനകം അവനെ പൊക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യും. അതിനുശേഷം മാത്രം ഞാൻ ഇനി സാറിനോട് സംസാരിക്കും. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ ജീവിക്കാവൂ.